ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് വണ്ടിക്ക് മിസ്സിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ടൈറ്റ്, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം. അതേപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ കവർ വണ്ടി ഒന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാച്ച് വർക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്യണം. ഇത്ര കേസൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കാനായിട്ട് നോക്കുന്ന സമയത്ത് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആവും, വണ്ടി റേസ് ആവില്ല, മൂവ് ആവില്ല. അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് ബാക്ക് വീലൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ബാക്ക് വീലൊന്നും ഇതുവരെ അഴിച്ചിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. കാരണം നമ്മൾ എത്ര ബലപ്പെട്ട് അഴിക്കാൻ നോക്കിയിട്ടും അഴിഞ്ഞ് കിട്ടുന്നില്ല, നല്ല ടൈറ്റാണ്. ബ്രേക്ക് ഒരല്പം അഡ്ജസ്റ്റിങ് ചെയ്യാനൊക്കെ ഉണ്ട്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ ഈ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ച് തട്ടിയൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ഹബ്ബിനൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗിയർ ബോക്സ് ഇറക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഹൈഡ്രോളിക് കയറ്റിയിട്ടൊന്ന് വേണം അഴിച്ചെടുക്കാനായിട്ട്. ഗിയർ ബോക്സ് ഇറക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ. കാരണം ഈ സൈഡ് ലീക്കേജും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തേക്ക് നമുക്ക് അതിൻ്റെ ആ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അഴിക്കാണ്ട് മാർഗ്ഗമില്ല. വീൽ അഴിക്കാതെ കൊണ്ട് നമുക്ക് ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്യൽ നടക്കില്ല. അപ്പോൾ എന്തായാലും നമുക്കത് അഴിക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ്. ഈ എയർ ഫിൽറ്റർ ഇങ്ങനത്തേക്ക് ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്നതിൽ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ പ്ലഗിനകത്തേക്ക് നല്ല രീതിയിൽ കാർബൺ കയറും. ഇത് നോക്കുമ്പോൾ അറിയാം ഈ സൈഡൊക്കെ അത്യാവശ്യം ഇത് വലിയ പഴക്കമില്ലാത്ത പ്ലഗാണ്, പക്ഷേ കാർബൺ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ക്ലച്ച് ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അത് നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. നമ്മുടെ വണ്ടിയുടെ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ CVT ക്ലച്ചാണ് വരാം. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ. ജസ്റ്റ് ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്ന് പൂപ്പിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളോ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, അങ്ങനെ ഓരോ പാർട്ടുകളാണിത്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീലാണ് നമുക്ക് മെയിനായിട്ട് ഗ്രീസിങ് ആവശ്യമായിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടിയുടെയൊക്കെ ഈ ക്ലച്ച് ഷൂണ്ട് ഇവിടുത്തെ ഇതൊക്കെ പൊളിഞ്ഞു പോകണ പരിപാടി ഉണ്ട്. അങ്ങനെ ഫംഗസ് കയറിയിട്ട് പൊളിഞ്ഞ് പോകാറുണ്ട് സാധാരണ. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ഈ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ക്ലച്ചിൻ്റെ ഭാഗം കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ മെയിൻ പ്രോബ്ലം കാർബേറ്ററാണ്. കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ കാർബേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഇതാണ് അവസ്ഥ കേട്ടോ. ഉള്ളിൽ മൊത്തം ഫംഗസ് പോലെയൊക്കെ കയറി. അത് ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ്. ഇപ്പോഴത്തെ പെട്രോൾ അറിയാലോ, എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കിട്ടാനുള്ളൂ. പക്ഷേ അതങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടികളിൽ തന്നെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണത്. ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പൊളിഞ്ഞ് പോയിട്ട് അവിടെ ഒരു ശരിക്കും എന്താ പറയുക, ഒരു തുരുമ്പിട്ടിട്ട് പൊളിഞ്ഞ് പോകുമ്പോഴൊരു ഇതൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് വരും. ഇത് ജെറ്റൊക്കെ ബ്ലോക്കാണ്. സ്ലോ ജെറ്റ് മാറ്റിയിടണം. ഫ്ലോട്ട് വാൽവ് നമുക്ക് നോക്കാം, ഫ്ലോട്ട് വാൽവ് മാറ്റിയിടണം. ഈ ഫ്ലോട്ട് വാൽവിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ സീറ്റിങ്ങിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരും. അത് ഈ പറഞ്ഞ രീതിയുടെ ഈ പ്രോബ്ലം കാണിക്കുന്ന ഒട്ടുമിക്ക കാർബേറ്ററും വന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം. പ്രതീക്ഷിക്കാം വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരില്ല എന്നുള്ളത്. പിന്നെ ആ കൂട്ടത്തിക്കൂടെ നമ്മൾ ടാങ്കും കൂടി അഴിച്ചിട്ട് അതിൻ്റെ അത് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ ഊറി കിടക്കുന്നുണ്ടാവും അടിഭാഗത്തായിട്ട്. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്ക് ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആക്സിലേറ്ററിൻ്റെ തൽക്കാലം അതങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ സൈഡാണ് വണ്ടി ഇടി വീണതാണ്. ഈ സൈഡ് ഇടിയിട്ടിട്ട് ചിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പാച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെൻറ്റർ കവറിൻ്റെ ഭാഗം പൊട്ടി അതിൻ്റെ ഉള്ളിൽ പീസ് ഇരിക്കണമെന്നാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അത് ഈ സൈഡ് ഇവിടെ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ പീസായിട്ടാണ് കൊടുക്കാം. ഈ സൈഡും എന്തായാലും പാച്ച് വർക്ക് ചെയ്ത് വരുമ്പോൾ പെയിൻറ്റ് പോകും ഈ ഫ്രണ്ടിലത്തെ. അപ്പോൾ അത് ഈ പാച്ച് വർക്ക് ചെയ്തതിന് ശേഷം ഇതും ഈ പീസും കൂടി പെയിൻറ്റിങ് കൊടുക്കാം. പിന്നെ അപ്പുറത്തെ സൈഡ് ചെറിയൊരു അടച്ചിലുണ്ട്, അതും കൂടി വേണമെങ്കിൽ കൂട്ടത്തിൽ അടുപ്പിക്കാം. എന്തായാലും ഒരു മിനിമം ക്വാണ്ടിറ്റി പെയിൻറ്റ് അവർ എടുക്കും. ആ പൈസ നമ്മുടെ ഇത് മേടിക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടത്തിൽ നമുക്കത് അടിച്ച് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിൻ്റെ ഇന്നർ കവർ, ഈ വന്ന ബാക്ക് സൈഡിലേക്ക് വരുന്ന ഈ കവർ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് ഇവിടെ മുകളിൽ, ഈ സൈഡിൽ. തൽക്കാലം അതങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഇതിവിടെ കണ്ടിട്ടൊരു പൊട്ടലുണ്ട് കണ്ടത് ഈ സൈഡിലായിട്ട്. പിന്നെ മൊത്തത്തിൽ ഗ്യാപ്പ് ഡിസ്റ്റൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആയിക്കോളും, പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു ഗ്യാപ്പ് എന്നാലും ഉണ്ടാവും അതിന്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷ്, ഈ ലിങ്ക് ബുഷൊക്കെ നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഗട്ടറിൽ ചാടുമ്പോൾ ഒരു അടി കാണിക്കും. അത് കൂടാണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് സൗണ്ട് ആണ് കേൾക്കണം കേട്ടോ. കോൺസെപ്റ്റ് നല്ല രീതിയിൽ ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് നോക്കാൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. പക്ഷേ ഈ ബുഷ് കാര്യങ്ങൾ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം. കാരണം ഞാൻ ബുഷ് പോയി കിടന്ന് ഓടിയാൽ ഉറപ്പായിട്ടും കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ കോൺസെപ്റ്റ് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം.
കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിക്കാൻ. എന്നിട്ട് നമുക്ക് അടിയിലത്തെ ഈ ബുഷ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ട് വീല് ടയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെയറിങ്ങിൻ്റെ ഭാഗത്തും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ കൂട്ടത്തിയുടെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 ബാറ്ററിയാണ് വണ്ടി പിരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ് കേട്ടോ, 4 ആമ്പിയർ തന്നെ ബാറ്ററി. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.7 ഇഞ്ച് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 7.37 പറ്റും. അപ്പോൾ വോൾട്ട് ഒരല്പം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നു, വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ചാർജിലേക്ക് ഇട്ട് വയ്ക്കാം, നമുക്ക് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റാം. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ഈ 2 ബ്രേക്ക് കേബിളും ലോഡായിട്ട് നിൽക്കണമെങ്കിൽ കാണും കേട്ടോ. ബാക്ക് ബ്രേക്ക് അത്ര ഔട്ടർ വലിച്ചിലുണ്ട്. ഫ്രണ്ടിലത്തെ 2 ബ്രേക്ക് കേബിൾ എന്തായാലും മാറ്റിയിടണമായിരിക്കും ബെറ്റർ. ഫ്രണ്ട് ബ്രേക്കാണ്, അതായത് ലോഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കയറി സ്റ്റക്കാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഔട്ടർ പൊട്ടലാണ് ഈ കാണുന്നത്, മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്. പക്ഷേ ഈ എയർ ഫിൽറ്ററൊക്കെ അത് യൂസ് ചെയ്യുമ്പോഴും ഒന്നാമത് എയർ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് കിടക്കണം, പെട്ടെന്ന് പൊടി കയറി ബ്ലോക്കാവും. അതുകൂടാണ്ട് കാർബറേറ്ററിനകത്ത് സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിക്കണം. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ പെട്രോൾ കൂടുതലായിരിക്കും ഹെഡിലേക്ക് വരാം. അത് ഫുള്ളായിട്ട് കത്തിക്കാനുള്ള കപ്പാസിറ്റി പ്ലഗിന് കിട്ടില്ല. അപ്പോൾ ഓൾറെഡി കരി അടിച്ചാണെന്നാണ് ഈ കാണുന്നത്. എഞ്ചിൻ ഹെഡിൻ്റെ ഉള്ളിലും ഉണ്ടാവും അത്യാവശ്യം കരി, പക്ഷേ നമുക്ക് തൽക്കാലം പുറമേ നിന്നുള്ള കേസ് ക്ലിയർ ചെയ്ത് വിടാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. പെയിൻറ്റിങ്ങിൻ്റെയും പാച്ച് വർക്കിൻ്റെയും കേസ് ഞാൻ ചോദിച്ചിട്ടൊന്ന് പറയാം. അത് ഞാൻ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റിൽ പറയണില്ല, അതിൻ്റെ അഡീഷണലായിട്ട് സെപ്പറേറ്റ് ഞാൻ പറയാം കേട്ടോ, എത്ര വരും എന്നുള്ള ദിവസം നോക്കിയിട്ട്. ബാക്കിയത്തെ നമുക്കിപ്പോൾ ഈ വേണ്ട ഐറ്റംസൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഇടാം. ഈ ഗിയർ ബോക്സ് അഴിച്ച് വീലിൻ്റെ ഭാഗം കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞു, കാരണം അത് ഹൈഡ്രോളിക്ക് കയറ്റിയാലാണ് നമുക്കിനി അത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അതിൽ ചിലപ്പോൾ ഹബ്ബ് കൂട്ടിപ്പോയി, അതുകൊണ്ടാണ് ഒരുപാട് ചുറ്റിക്കിട്ട് അടിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ഹൈഡ്രോളിക്കിലാകുമ്പോൾ അത് സേഫായിട്ട് ഊരി പോകുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം. ഓക്കെ.